ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. സന്തോഷം. നാം പറയാറുണ്ട്, മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖമെന്ന്. നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകും, മുഖത്ത് സന്തോഷത്തിൻ്റെ ഭാവമുണ്ടാകും. മനസ്സിൽ ദുഃഖമാണെങ്കിൽ മുഖം വാടിയിരിക്കും. തീർച്ചയായും മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖമെന്ന്. അതൊരു സത്യമാണ്. ആത്മാവിൽ നമുക്ക് വലിയ സന്തോഷമുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തത് പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇന്ന് അനേകർ മുഖം വാടി, മനസ്സും വാടി, ഹൃദയവും വാടി, ആത്മാവിലും വാട്ടം പറ്റി, അങ്ങനെ നിരാശപ്പെട്ട് തലവുമ്പിട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇന്ന് പിശാച് മനുഷ്യനിൽ അയച്ചിരിക്കുന്ന അവൻ്റെ ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് നിരാശ. എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ല, എന്നെ കരുതാൻ എനിക്ക് ആരുമില്ല, ഞാൻ എന്ത് കണ്ടിട്ട് സന്തോഷിക്കാൻ, എനിക്ക് സന്തോഷിക്കാൻ ഒരു വകയുമില്ല. എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നു, എന്തിനു വേണ്ടി ജീവിക്കുന്നു, വാട്ട്സ് ദ മീനിങ് ഓഫ് ലൈഫ്? ഇങ്ങനെ 100 ചോദ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുന്നുവെങ്കിലും അതിനൊന്നും ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയാതെ അവസാനം നിരാശയുടെ കയത്തിലേക്ക് അവർ താണു പോവുകയും അവരെ പിശാച് ആത്മഹത്യയിലേക്ക് തള്ളിയിടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ചിയർഫുൾ ഹാർട്ട് ഈസ് എ ഗുഡ് മെഡിസിൻ. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. ആ ഔഷധം ശരീരത്തിന് മാത്രമല്ല, മനസ്സിന് മാത്രമല്ല, ആത്മാവിനും പറ്റിയൊരു ഔഷധമാണ് സന്തോഷം എന്നുള്ളത്. എൻ്റെ പ്രിയരെ, ചുമ്മാ സന്തോഷിക്കണമെന്ന് വിചാരിച്ച സന്തോഷം കിട്ടുമോ? കിട്ടുകയില്ല. വെറുതെ ഒന്ന് ചിരിച്ചു എന്നുള്ളതുകൊണ്ട് സന്തോഷമാകണമെന്നുണ്ടോ? ഇല്ല. ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ചിരിക്കുന്ന മനുഷ്യരുണ്ട്. ഉള്ളിൽ നിരാശപ്പെട്ടിരിക്കുമ്പോഴും പുറമേ മറ്റുള്ളവരെ കാണിക്കാൻ ചിരിക്കുന്നവരുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ ചിലർ അങ്ങനെയല്ലേ? പുറമേ ചിരിക്കും, പുറമേ വീട്ടിലെല്ലാവരും ഉള്ളപ്പോൾ സന്തോഷം നടിക്കും, ഭർത്താവ് ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ സന്തോഷമാണെന്ന് മറ്റുള്ളവർ അറിയാൻ വേണ്ടി ചിരിക്കും, മിണ്ടും. പക്ഷേ പ്രിയ സഹോദരി, നിൻ്റെ ഉള്ളിൽ തീയല്ലേ? മകനെ, നിൻ്റെ ഉള്ളിൽ നിരാശയല്ലേ? നീ തന്നെത്താൻ ഇരിക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ കരയല്ലേ? അത് കാണുന്നൊരു യേശുവുണ്ട്. നിൻ്റെ കരച്ചിൽ മാറ്റി നിനക്ക് സന്തോഷം തരാനാണ് യേശുക്രിസ്തു മകനെ നിന്നോട് സംസാരിക്കുന്നത്. ഞാൻ ആമുഖമായി ഇതൊക്കെ പറയുന്നേ ഉള്ളൂ. നമുക്ക് തിരുവനന്തപുരത്തിലേക്ക് വരെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം, അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. ഒരു ഉന്നതനായ വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ചില്ലറക്കാരനല്ല ആള്, ഫിനാൻസ് മിനിസ്റ്റർ, ഒരു രാജ്യത്തിൻ്റെ ധനമന്ത്രി. ചെറിയ ആളാണോ? ഇല്ലേ? ധനമന്ത്രി, ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ വലിയ പദവികളും സാധാരണക്കാരായ മന്ത്രിമാരെക്കാൾ കൂടുതൽ അധികാരങ്ങളും മറ്റുമുള്ളവരാണ് അവരല്ല. ഫിനാൻസ് മിനിസ്റ്റർ കന്തക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണൻ, ഫിനാൻസ് മിനിസ്റ്റർ, അദ്ദേഹത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. നാം ഓരോരുത്തരും പോകുന്ന നമ്മുടെ ജീവിതത്തിൽ വഴി എന്ന് പറയുമ്പോൾ ഇവിടെ അദ്ദേഹം തൻ്റെ വഴിക്ക് സ്വന്തം വീട്ടിലേക്ക് പോയി എന്നാണെങ്കിലും നമ്മുടെ ജീവിത ബന്ധാവിൽ നാം മുന്നോട്ട് പോകുമ്പോൾ സന്തോഷിച്ചുകൊണ്ട് പോകണം ദൈവം ആഗ്രഹിക്കുന്നു. വ്യക്തി ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ, ദൈവവേലയുടെ മുഖത്ത്, കുടുംബജീവിതത്തിൽ, ഏതെല്ലാം മേഖലകളിൽ നാം ബന്ധപ്പെടുന്നുവോ ആ വഴിയിലെല്ലാം നാം സന്തോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രകടമായ ചില അനുഭവം. മുഖവും വാടി, മനസ്സും വാടി, ഈ വലിയ കച്ചവടത്തിൽ നഷ്ടമെന്നവരെ പോലെ നാം മുഖം വാടിയിരുന്നാൽ, നാം അങ്ങനെ ഇരുന്നാൽ പിന്നെ ആർക്ക് സന്തോഷിക്കാൻ വകയുണ്ട്? ഞാൻ ദൈവമക്കൾ ചേരുന്നതായി ചില സദസ്സിൽ പറയാറുണ്ട്, നമ്മൾ സന്തോഷിച്ചില്ലെങ്കിൽ ഈ ഭൂമിയിൽ ആർക്ക് സന്തോഷിക്കാൻ വകയുണ്ട്? ആത്യന്തികമായി സന്തോഷം ലഭിക്കുന്നത് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവർക്കാണ്. സ്തോത്രം. ഇവിടെ ഈ ഫിനാൻസ് മിനിസ്റ്റർ സന്തോഷിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പോസ്, കഴിഞ്ഞ പ്രസംഗത്തിൽ നാം എപ്പോഴോ ചിന്തിച്ചു, ഫിലിപ്പോസ് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ട് ശമരിയ പട്ടണത്തിലൂടെ നടക്കുകയാണ്. ഫിലിപ്പോസിലൂടെ സയൻസ്, മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ്, അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ദൈവാത്മാവ്
ഫിലിപ്പോസിനോട് പറഞ്ഞത് വലിയ ക്രൂസൈഡ് നടത്തുകയാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ ശമരിയ പട്ടണത്തിൽ ആവേശത്തോട് ഉണർന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ എഴുന്നേൽക്കുക, നീ എഴുന്നേറ്റ് എങ്ങോട്ട് പോകണം? ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലൂടെ പോവുക. അങ്ങനെയും പരിശുദ്ധാത്മാവ് ചിലപ്പോൾ ഇടപെടും. വലിയ ജനക്കൂട്ടത്തിൻ്റെ മുന്നിൽ നമ്മളെ ചിലപ്പോൾ നിർത്തും. ചിലപ്പോൾ ഒരാളോട് സംസാരിക്കാനും ദൈവം നമ്മെ നിയോഗിക്കും. അപ്പോൾ നിങ്ങളാരും പരിഭവിക്കരുത്. ദൈവവേലക്കാരായ എൻ്റെ ശ്രേഷ്ഠരായ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, വലിയ വലിയ സ്റ്റേജ് മാത്രം നാം പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ ഒരാളോട് സംസാരിക്കേണ്ടി വരും, 5 പേരോട് സംസാരിക്കേണ്ടി വരും, ചിലപ്പോൾ 10 പേരോട് സംസാരിക്കേണ്ടി വരും. ഒരുപക്ഷെ ദൂരയാത്ര ചെയ്ത് നിങ്ങൾ പോയി ഏതാനും പേരോട് സംസാരിക്കേണ്ടി വരും. അതിന് പരിഭവിക്കരുത്, പരാതിപ്പെടരുത്, ആൾ കുറഞ്ഞു പോയല്ലോ എന്ന് ചിന്തിക്കരുത്. ആൾ ധാരാളം വന്നിട്ടും ആത്മാക്കളുടെ മനസ്സ് വീണ്ടെടുപ്പ് നടന്നില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? ഞാനിപ്പോൾ ഒരു സംഭവം ഓർക്കുകയാണ്. അരമണിക്കൂർ സാക്ഷ്യം പറയുവാൻ 14 മണിക്കൂർ വാഹനമോടിച്ച് ഒരു സ്ഥലത്ത് വരാമോ എന്ന് എന്നോട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ ചോദിച്ചു. ഞാൻ നന്മയായിട്ട് പറയുകയല്ല. അദ്ദേഹം ചോദിച്ച ഉടൻ തന്നെ ആലോചിച്ച് പറയാമെന്ന് ഞാൻ പറഞ്ഞില്ല, തീർച്ചയായിട്ടും ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഞാൻ പിന്നീട് ചിന്തിച്ചു. 14 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത്. റിയാലിറ്റിയിൽ 12-13 മണിക്കൂർ എടുത്തുള്ളൂ. പക്ഷെ എങ്കിലും എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അതായിരുന്നു. സ്വന്തമായി വണ്ടി ഓടിച്ച് അത്രയും കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ യേശുവിനെ ഒന്ന് സാക്ഷിക്കുക. ഒരു 10 മിനിറ്റ്. കർത്താവേ, അതല്ലേ ഒരു ഭൂമിയിൽ ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം? യേശുക്രിസ്തുവിൻ്റെ കൽപ്പന അതല്ലേ? നിങ്ങളെൻ്റെ സാക്ഷികളാകുവീൻ. ആകണം, ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണെന്ന് കർത്താവ് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോയി. എൻ്റെ കൂടെ ഒരു സഹോദരനുണ്ടായിരുന്നു. തിരിച്ചും ഞങ്ങൾ അത്രയും കിലോമീറ്റർ, അത്രയും മണിക്കൂറുകൾ വണ്ടി ഓടിച്ച് വന്ന് സന്തോഷത്തോടെ സുരക്ഷിതമായി വരാനിടയായി. കൂടുതൽ സമയം ഞാൻ തന്നെ വണ്ടി ഓടിക്കാനിടയായി. എനിക്ക് സന്തോഷമായിരുന്നു. എൻ്റെ കൂടെയുള്ള സഹോദരൻ അല്പം വിശ്രമിക്കട്ടെ എന്ന് ചിന്തിക്കാൻ ഇടയായി. എനിക്ക് കർത്താവ് നല്ല ആരോഗ്യവും തോന്നും. ഞാൻ പറഞ്ഞത്, ഒരാളാണെങ്കിലും പോകണം. കർത്താവിന് സ്തോത്രം. ഒരാളോട് സുവിശേഷം പറയുന്നതും ശ്രേഷ്ഠതയാണ്. ഫിലിപ്പോസിനോട് പറഞ്ഞു, ആയിരക്കണക്കിന് ജനങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് വീര്യപ്രവൃത്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫിലിപ്പോസിനോട് പറയുന്നത്, ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകുക. പോയി. പരിശുദ്ധാത്മാവ് പറഞ്ഞ് അനുസരിച്ചു. അപ്പോൾ ഇതാ ഒരു തേര് വരുന്നു. തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. തേരിനോട് ചേർന്ന് നടന്നു. പരിശുദ്ധാത്മാവ് ആലോചന കൊടുത്തു. ആ തേരിലിരിക്കുന്നയാൾ മഹാനായ ഒരു ധനമന്ത്രിയാണ്. അദ്ദേഹം എന്തോ വായിക്കുന്നു, വേദപുസ്തകം വായിക്കുന്നു. നീ വായിക്കുന്നു, ഗ്രഹിക്കുന്നു എന്ന് ചോദിക്കാൻ പരിശുദ്ധാത്മാവ് ആലോചന കൊടുത്തു. അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ പറയുകയാണ്, ആരെങ്കിലും പൊരുൾ തിരിച്ചു തരാതെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? കയറി തേരിലിരിക്കാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാം, പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾ നാം അനുസരിച്ച് നടന്നാൽ, നിർജ്ജന പ്രദേശത്തേക്ക് പോയാൽ മോനെ തന്നെ തേരിലേറ്റുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് മനസ്സിലാകുകയില്ല. നമ്മെ തേരിലേറ്റാൻ അതിനു മുമ്പ് നമ്മെ ചില നിർജ്ജന പ്രദേശത്തോട് നടത്തും ദൈവം. സ്തോത്രം. ഇന്ന് ചില ഏകാന്തതയിലൂടെ നടക്കുന്നവരുണ്ടോ? ഏകാന്തത, എനിക്കാരുമില്ല എന്ന ചിന്ത, അല്ലെങ്കിൽ എന്നെ ആരും പരിഗണിക്കുന്നതിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഒറ്റപ്പെട്ടു പോയി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല. നിങ്ങളെ ദൈവം അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ അതിനു മുമ്പുള്ളതായ ചില വഴികളാണതല്ല. സ്തോത്രം. വായിക്കുന്ന ഗ്രഹിക്കുമെന്ന് ചോദിച്ചു. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ ഗ്രഹിക്കും? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ഫിലിപ്പോസ് യെശയ്യാ പ്രവചനത്തെ ഉദ്ധരിച്ചുകൊണ്ടും വ്യാഖ്യാനിച്ചുകൊണ്ടും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം ഫിലിപ്പോസ് ഷണ്ടന് കൊടുത്തു. ഫിലിപ്പോസ് മറ്റൊന്നും പറഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മറ്റൊന്നും പ്രസംഗിക്കേണ്ട. യേശുവിനെക്കുറിച്ച് തിരുവചനത്തിൽ നിന്ന് സംസാരിക്കണം. യേശുവിനെക്കുറിച്ച് മാത്രം മതി. അത് മതി. ജനം രക്ഷിക്കപ്പെടും, ജനം മാനസാന്തരപ്പെടും, ജനം വിശുദ്ധീകരണം പ്രാപിക്കും, ജനം അഭിഷേകം പ്രാപിക്കും, ജനത്തിന് കൃപാവരങ്ങൾ കർത്താവ് പകർന്നു കൊടുത്തുകൊള്ളും. ഒന്നു മാത്രം പ്രസംഗ വിഷയമാകുക, യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുക. ഓ, ഷണ്ണൻ യേശുവിനെക്കുറിച്ച് കേട്ടു. യേശുവിനെ എങ്ങനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമെന്ന് അദ്ദേഹം അറിഞ്ഞു. അങ്ങ് മുന്നോട്ട് പോയപ്പോൾ ഇതാ ഷണ്ണൻ ഫിനാൻസ് മിനിസ്റ്റർ കാണുകയാണ്. വെള്ളം കണ്ടു. അപ്പോൾ ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, ദാ വെള്ളം, ഞാൻ സ്നാനപ്പെടുന്നത് എൻ്റെ തടസ്സം. ഫിലിപ്പോസ് ഈ ഷണ്ണൻ സ്നാനപ്പെടാൻ നിർബന്ധിച്ചില്ല. കർത്താവിന് സ്തോത്രം.
അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആഗ്രഹം വന്ന് അദ്ദേഹം വിശ്വാസസ്നാനം സ്വീകരിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ആരും നിർബന്ധിച്ചാകരുത് വിശ്വാസസ്നാനം എടുക്കേണ്ടത്. ആരും വിശ്വാസസ്നാനം എടുപ്പിക്കാൻ നിർബന്ധിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വ്യാപരിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവിക കൽപ്പനയാണെന്ന് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനോട് ചേരാനാണെന്ന് മനസ്സിലാക്കി യേശു ക്രിസ്തു മാതൃക കാണിച്ചു തന്നതാണെന്ന് ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടും വേണം വിശ്വാസസ്നാനത്തിലേക്ക് വരാൻ. നല്ല മാതൃകയാണ് ഇവിടെ നാം വായിക്കുന്നത്. അവർ ഇങ്ങനെ പോകുകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നത് എന്ത് വിരോധമെന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചിട്ട് വേണം സ്നാനമെടുക്കാൻ. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കണം. യേശുക്രിസ്തു ദൈവത്തിനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നവന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനവനെ സ്നാനം കഴിപ്പിച്ചു. ദൈവിക കൽപ്പന നിറവേറ്റി. ദൈവത്തിൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ കൽപ്പന അത് ഷണ്ണൻ സ്വമനസ്സാൽ വിശ്വാസത്താൽ സ്വീകരിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. ഒരാളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ദൈവം ഉപയോഗിച്ചവരെ അല്ല കാണേണ്ടത് യേശുവിനെയാണെന്നുള്ള മെസ്സേജാണ് അവിടെ. ഫിലിപ്പോസിൻ്റെ പുറകെ അല്ല ഇനി ഷണ്ണൻ പോകേണ്ടത്, യേശുവിൻ്റെ പിന്നാലെ പോകണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഫിലിപ്പോസിനെ എടുത്ത് മാറ്റി. കർത്താവിന് സ്തോത്രം. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. കർത്താവിന് സ്തോത്രം. പക്ഷേ ഷണ്ണൻ എന്താ കിട്ടി? അവന് രക്ഷ കിട്ടി, അവന് യേശുവിനെ കിട്ടി, അവന് വചനം കിട്ടി, അവന് സന്തോഷവും കിട്ടി. എൻ്റെ പ്രിയരെ, യേശുവിനെ കിട്ടിയാൽ സന്തോഷം കിട്ടും, രക്ഷ കിട്ടിയാൽ സന്തോഷം കിട്ടും, വചനം കിട്ടിയാൽ സന്തോഷം കിട്ടും, ദൈവിക കൽപ്പന പ്രമാണിച്ചാൽ സന്തോഷം കിട്ടും. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ എത്ര ഉന്നതരായ വ്യക്തിയാണെങ്കിലും ഒരു ധനമന്ത്രിക്ക് സന്തോഷമില്ലായിരുന്നു, ധനകാര്യം മുഴുവൻ കൈകാര്യം ചെയ്തിരുന്ന മിനിസ്ട്രിക്ക് സന്തോഷമില്ലായിരുന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ വചനം, ഈ സ്വന്തം പേഴ്സണലായ സാൽവേഷൻ, അദ്ദേഹത്തിന് സന്തോഷം ലഭിക്കാനിടയായി. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, വ്യക്തിപരമായി നിങ്ങൾ യേശുവിനെ രക്ഷിതാകർത്താവായി സ്വീകരിച്ചു. നിങ്ങളുടെ അസമാധാനത്തിനും അസന്തുഷ്ടിക്കും സന്തോഷക്കുറവിനും കാരണം മറ്റൊന്നുമല്ല, പണക്കുറവല്ല, ആരോഗ്യമില്ലാത്തതിൻ്റെ കുറപ്പല്ല, നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ യേശു നിങ്ങളുടെ ഹൃദയവാതിൽക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നു. മോനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരാമോ? മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരാമോ എന്ന് യേശു ചോദിക്കുന്നു. നിങ്ങൾ യേശുവിന് വേണ്ടി ഹൃദയം തുറക്കുന്നുവെങ്കിൽ, യേശുവേ, ഞാൻ അങ്ങേക്ക് വേണ്ടി എൻ്റെ ഹൃദയം തുറക്കുന്നു, അങ്ങേ എൻ്റെ രക്ഷിതാകർത്താവായി സ്വീകരിക്കുന്നുവെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഞാനും നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. അങ്ങനെ തീരുമാനമുള്ളവർ, ഒരിക്കൽ യേശുവിനെ സ്വീകരിച്ചു എന്നാൽ യേശുവിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരൂ. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വരും. യേശു നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും തരും. അതിനിടയാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ കർത്താവേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. ഇന്ന് രക്ഷയ്ക്കായി കാക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മേൽ കർത്താവേ, അവിടുത്തെ സ്വർഗീയ രക്ഷ പകരണമേ. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിപ്പാൻ അല്ല, ഒരിക്കൽ യേശുവിനെ സ്വീകരിച്ചത് നഷ്ടപ്പെടുത്തി കളഞ്ഞവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും യഥാസ്ഥാനത്തിലേക്ക് വരുവാൻ കർത്താവെ, ഷണ്ണന് ലഭിച്ച സ്വർഗീയ സന്തോഷം പോലെ കർത്താവെ, നീ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ സ്വർഗത്തിൻ്റെ സന്തോഷം അയക്കണമേ, സ്വർഗീയ സന്തോഷം അയക്കണമേ, യേശു കൊടുക്കുന്ന സന്തോഷം അയക്കണമേ. രക്ഷ ലഭിക്കുമ്പോഴുള്ള സന്തോഷം യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇവരുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരുടെ മേൽ കർത്താവ് സന്തോഷം പകരുകയാണ്. നിരാശപ്പെട്ടിരിക്കുന്നവരുടെ മേൽ ചിലരുടെ മേൽ കർത്താവ് ആനന്ദം പകരുകയാണ്. കിടക്കയിൽ രോഗിയായി കിടന്ന് കണ്ണുനീരോടെ കരയുന്ന, ദുഃഖത്തോടെ കരയുന്ന ചിലരുടെ മേൽ കർത്താവ് ആനന്ദം പകരുകയാണ്, യേശുവിന് സന്തോഷം പകരുകയാണ്. കർത്താവേ, അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ ഈ സന്തോഷം പ്രാപിക്കൂ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ ഞങ്ങളതിന് സമയം കണ്ടെത്താം. ദൈവം നിങ്ങളെ നടപടിയായി അനുഗ്രഹിക്കട്ടെ.